ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വോക്ക് വിത്ത് അനൂസ്. അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാര്യം അവിടെ നിന്ന് ഒരുങ്ങിയാൽ ഭയങ്കര ബഹളമായിരിക്കും. സോ ഞാൻ വിചാരിച്ചു അപ്പോൾ വീട്ടിൽ വന്ന് ഒരുങ്ങാൻ. അപ്പം മനീഷ് രാവിലെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം ഒരുങ്ങണം. സത്യം പറഞ്ഞാൽ ഞാൻ സാരിയൊക്കെ കൊടുക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. സാരിയെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇനി ഒരുങ്ങിയിട്ട് പോകാൻ നേരത്തേക്ക് കാണാം കേട്ടോ. സമയം പോയി, പെട്ടെന്ന് ഒരുങ്ങി പെട്ടെന്ന് പോയി, സമയം പോയി. എനിക്ക് ഒരുങ്ങുന്ന ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുക്കുക, ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എത്ര ഞാൻ ഒരുങ്ങി പോകുമ്പോൾ ബാക്കി പോകുന്ന കഴിക്കാം. എന്നത് എന്റെ വ്ളോഗിനകത്ത് വരാൻ താല്പര്യമില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. അവരെ ഇന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. ജോഷ്മ കേട്ടോ, ഞാൻ എപ്പോ ക്യാമറ എടുത്താലും ആ പുറകെ എല്ലാം വരും. അങ്ങനെ കുറച്ചധികം താമസിച്ചായിരുന്നു കേട്ടോ. താമസിച്ച് നമ്മൾ ഇറങ്ങി നമ്മൾ നേരെ അപ്പുറത്ത് വീട്ടിൽ പോയിട്ട് വാവച്ചിയെ പിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് വേറെ ആരും ഇല്ലായിരുന്നു. ഞാനും പിന്നെ എൻ്റെ ഒരു അപ്പച്ചി ഉണ്ടായിരുന്നു. അപ്പച്ചി, കുട്ടും, ഞാനും അവളും ആണ് പോയത്. അപ്പം നമ്മൾ അവിടുന്ന് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയായിരുന്നു തോന്നുന്നു കേട്ടോ. 9 ആയപ്പോൾ ഇറങ്ങി. അപ്പോൾ കുട്ടു ഫ്രണ്ടിലിരിക്കാൻ വേണ്ടിയിട്ട് വഴക്കായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ അവനെ പിടിച്ചു വലിച്ച് എൻ്റെ പുറകിലിരുത്തി. കാരണം ക്യാമറ ഉണ്ടല്ലോ. അപ്പോൾ റാന്നിയിലെ മിനി സിവിൽ സ്റ്റേഷനിലാണ് കേട്ടോ. അപ്പം നമ്മൾ രജിസ്റ്റർ ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം എടുത്തു കേട്ടോ. കാര്യം ഞാൻ പറഞ്ഞു അധികം സ്പീഡിൽ പോകണ്ട, പയ്യെ പോയാൽ മതിയെന്നേ. പിന്നെ കുറേ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് കുട്ടുവും എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കാറ്റടിച്ച് എൻ്റെ മുടിയൊക്കെ വേറെ ഏതോ പരുവത്തിലായി. പിന്നെ ഞാൻ അവളുടെ കയ്യിൽ സെറമൊക്കെ ഉണ്ടായിരുന്നത് കാരണം അതൊക്കെ വണ്ടിയിരുന്ന് തേച്ചേ. റീച്ച്ഡ് വേർ മിനി സിവിൽ സ്റ്റേഷൻ റാന്നി. ഇവിടെ വെച്ചാണ് അവിടെ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഇറങ്ങാം ഗൈസ്. വ്ളോഗ് എടുത്തോണ്ടിരിക്കുക. പൊന്നു വന്നു ഗൈസ്. കഴിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? ഓക്കെ, 9 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കല്യാണം കഴിക്കാൻ പോകുമ്പോൾ വാട്ട് യു ഫീൽ? ടെൻഷൻ എന്തിനാ? എന്നാ ടെൻഷൻ? കാരണം അറിയത്തില്ല. പക്ഷേ എല്ലാവരോടും പറയാനുള്ളത് എന്തായാലും പറയാനുണ്ട്. എന്തായാലും ടെൻഷനാണോ? ഞാനും അച്ഛനും കൂടെ ഒന്നും എന്തിനാണെന്നറിയാം. അപ്പം ഈ പോകുന്നതാണ് കല്യാണ ചെറുക്കൻ എൻ്റെ അമ്മാവൻ്റെ മോനാണ്. കല്യാണ പെണ്ണ് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോളാണ്. ഇവർ തമ്മിൽ ലവ് ആയിരുന്നു ഗൈസ്. എന്നാ പറയാനുള്ളൂ? എല്ലാം പറയാനുണ്ടോന്ന്? മരുമോളെ പറ്റി തീരെ പിടിച്ചില്ലല്ലേ? മരുമോളെ തീരെ പിടിച്ചിട്ടില്ല. മരുമോളെ പിടിച്ചില്ല. എനിക്കിപ്പോ നിങ്ങൾ രണ്ടും ഒരുപോലെ. അപ്പോൾ അവിടുത്തെ നോട്ടീസ് ബോർഡിൽ ഇവരുടെ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തതിൻ്റെ ഒക്കെ കിടപ്പുണ്ടായി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സത്യപ്രതിജ്ഞയൊക്കെ എഴുതി കൊടുക്കുകയൊക്കെ ചെയ്യണമായിരുന്നു കേട്ടോ അവിടെ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾ കല്യാണം കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്? കല്യാണം കഴിക്കുമ്പോൾ എന്നാ തോന്നുന്നത്? നിങ്ങൾ ഇത്രയും നാൾ ഞാൻ കിട്ടിയതാ, നിങ്ങൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിരുന്നതല്ലേ. അപ്പം നിങ്ങൾക്ക് എന്നാ ഫീൽ ചെയ്യുന്നത്? ഓക്കെ, സന്തോഷമുണ്ടോ? പൊരിഞ്ഞ സന്തോഷമാണോ? അതെ. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ നാത്തൂനും അളിയനും പിള്ളേരും. നമ്മുടെ ചേട്ടനും ചേച്ചിയൊക്കെയാണ് കേട്ടോ.
അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ നിന്നു. എന്തോ ഒരു സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് അവർ പേര് വിളിച്ചു കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഒറ്റെണ്ണത്തിൻ്റെ കയ്യിൽ ആധാർ കാർഡിൻ്റെ ഒറിജിനൽ ഇല്ല. പിന്നെ വൃന്ദയുടെ കൂടെ ഹോസ്റ്റലിൽ നിന്ന ഒരാളായിരുന്നു കേട്ടോ അവിടുത്തെ ഓഫീസർ. അപ്പോൾ അവർ കയറി അതെല്ലാം കൊടുത്തു. പെട്ടെന്നായിരുന്നു കേട്ടോ ആധാർ കാർഡും എല്ലാം പോയി എടുത്തത്. അങ്ങനെ അതൊക്കെ പോയി എടുത്തു. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചു അധികം ക്യാമറയായിട്ടൊന്നും അകത്തൊന്നും കയറ്റത്തൊന്നുമില്ലായിരുന്നു. നമ്മൾ ഓർത്ത് ഇവരിത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചായിരിക്കും. പക്ഷേ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചല്ല, ഇവരുടെ വേറെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് വിളിച്ചതാണ്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവർ കൈയൊക്കെ പിടിച്ച് സമ്മതമാണോ പ്രതിഷ്ഠിത ഭർത്താവായിട്ട് സ്വീകരിക്കുന്നതെന്നും ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു എന്നൊക്കെയുള്ളൊരു സത്യപ്രതിജ്ഞയൊക്കെ ചൊല്ലി ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ എല്ലാവരും കൂടെ കേട്ടല്ലോ. നമ്മൾ കല്യാണം കഴിച്ചിട്ടില്ല, നമ്മൾ രജിസ്റ്റർ ചെയ്യുമായിരുന്നു. അങ്ങനെ അത് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവർ നിന്നാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ എന്നിട്ട് ഇവരുടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് കാര്യം എനിക്ക് വ്ലോഗിലും ആകും, അല്ലാതെ ഇവർക്ക് വീഡിയോ ഒക്കെ ഇടാലോ എന്നുള്ളത് വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് പിന്നെയും അവരെ വിളിച്ചു കേട്ടോ. പിന്നെയും വിളിച്ചു. ഇതേ പറഞ്ഞ സംഭവങ്ങളൊക്കെ പിന്നെ അവരെ കൊണ്ട് പറയിച്ചു. അങ്ങനെ അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒഫീഷ്യലി അവരെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം ഇവർ തമ്മിൽ 9-10 വർഷത്തെ ഒരു റിലേഷൻഷിപ്പാണ്. പലതവണ വീട്ടിലൊക്കെ പറഞ്ഞിട്ടും സമ്മതിക്കാതെ വരുന്ന ലാസ്റ്റ് 3 വർഷങ്ങൾക്ക് ശേഷം സമ്മതിച്ച് അവർ ഒഫീഷ്യലി അവർ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ആവുകയാണ് കേട്ടോ. എനിക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാര്യം ഞാൻ ഒളിച്ചോടി പോകുന്നപ്പം ഏറ്റവും കൂടുതൽ എന്നെ കുറ്റം പറഞ്ഞ് ഒരുക്കിയാണ് ഇപ്പോൾ പോയി രജിസ്റ്റർ ചെയ്യുന്നത്. എന്നിരുന്നാലും നമ്മുടെ പേരൻസിൻ്റെ സമ്മതത്തോടുകൂടെ നടത്തുന്നത് ഒരു പ്രത്യേക ഒരു ഇതാണല്ലോ. അങ്ങനെ നമ്മുടെ 3 സാക്ഷികൾ, ഇതെൻ്റെ ചേട്ടനാണ്, അമ്മാവൻ്റെ മോനാണ്, പിന്നെ അവളുടെ അച്ഛൻ, നമ്മുടെ ഉപ്പാപ്പി രണ്ടാമത് സാക്ഷിയായിട്ട് വെച്ചുകൊണ്ട്. അപ്പം പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും ഭാഗത്തുനിന്ന് അങ്ങനെ 3 പേര് കൊടുത്താൽ മതി തോന്നുന്നു. പിന്നെ ഇച്ചയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഒഫീഷ്യലി അവർ മിസ്റ്റർ ഇറങ്ങി വരുന്നത് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കൂട്ടുകാരും പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കുറേ പേര്, ഒരു 10-20 പേരുണ്ടായിരുന്നു. അവിടുന്ന് നമ്മുടെ ഫാമിലി കുറച്ച് പേര് ഉണ്ടായിരുന്നു. അപ്പം മിസ്റ്റർ ആൻഡ് മിസ്സസ് അഖിൽ ആൻഡ് പ്രവീണ ഇറങ്ങി വന്നു. അത് കണ്ടപ്പോഴത്തേക്ക് നല്ലൊരു സന്തോഷമൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല. കാര്യം ഫുഡൊക്കെ നമ്മുടെ ചേട്ടായുടെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പം തിരിച്ചാണ്ട് നമ്മളൊന്നിച്ച് വണ്ടിക്കാണ് കേട്ടോ, നമ്മുടെ വണ്ടിക്കാട്ടോ അവർ വരുന്നത്. കല്യാണം എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. യൂട്യൂബിലിടാനാ. അപ്പം നമ്മൾ റാന്നിയിൽ നിന്ന് നേരെ നമ്മൾ ചേട്ടായുടെ വീട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ. ചേട്ടായുടെ വീടെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ വീടാണ്. അപ്പോൾ അമ്മാവൻ്റെ മോനാണല്ലോ. സോ നമ്മളപ്പോൾ എരുമേലി ചാത്തന്തറയിലാണ് കേട്ടോ ചേട്ടൻ്റെ വീട്. അപ്പോൾ കുറച്ച് മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലോട്ട് പോകണം. അങ്ങനെ നമ്മൾ വണ്ടി പയ്യെ അവിടെ വരെ കൊണ്ട് ചെന്നു. അപ്പം 2 പേരും കൂടെ ഇറങ്ങി ചെന്നപ്പം കൂട്ടുകാരുടെ സന്തോഷ പ്രകടനമൊക്കെയാണ് കേട്ടോ കാണുന്നത്. ചെന്ന് കയറി പിന്നെ നമ്മൾ നിലവിളക്കും കാര്യങ്ങളൊന്നുമല്ല, ക്രിസ്ത്യൻസ് ആണ്. സോ അപ്പം ബൈബിള് കൊടുത്താണ് കേട്ടോ അകത്തോട്ട് കയറ്റുന്നത്. അമ്മായിയാണ് കയറ്റുന്നത്. ഞാൻ ഇവിടെ വീട്ടിൽ വന്നപ്പോഴും എനിക്ക് ബൈബിള് തന്നിട്ടാണ് അവർ കയറ്റിയത്. അങ്ങനെ ബൈബിളൊക്കെ കൊടുത്ത് കഴിച്ചാൻ വേണ്ടി തുടങ്ങുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ആ പൊട്ടിക്കുന്ന സാധനം എപ്പോൾ പൊട്ടും എന്നൊന്നും നമുക്കൊരു യാതൊരുവിധ ധാരണയില്ല. ഞാൻ ഓർത്ത് ഇവർ കയറുമ്പോൾ പൊട്ടിക്കാനായിരിക്കും, പക്ഷേ കയറുമ്പോൾ ഒന്നും പൊട്ടിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ അമ്മായി ബൈബിളൊക്കെ കൊടുത്തു. അവൾ വലത് കാല് വെച്ച് വീട്ടിലോട്ട് കയറി കേട്ടോ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. എനിക്ക് ഉപ്പാപ്പിയുടെ മുഖം കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. കാര്യം ഉപ്പാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് വേണ്ടി ജീവിക്കുന്നൊരു മനുഷ്യനാണല്ലോ. അപ്പോൾ കല്യാണം കഴിച്ച് വിടുമ്പോൾ അവൾ വീട്ടിൽ നിന്ന് മാറിപ്പോരുവാണല്ലോ എന്നൊക്കെ ഓർത്തുള്ളൊരു സങ്കടം കൊണ്ടാണ് തോന്നുന്നു. ആൾ ഭയങ്കര ഡള്ളായിരുന്നു കേട്ടോ മുഖം. അങ്ങനെ ചേട്ടായുടെ കൂട്ടുകാർ ഒരു കേക്കൊക്കെ മേടിച്ചു. പക്ഷേ കേക്ക് വന്ന വഴിക്ക് എങ്ങനെയോ ഡാമേജ് ആയി കേട്ടോ. എന്നിട്ട് നമ്മൾ ആ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പേർ കൂടെ കൊടുത്തു. അവരെ കേക്കൊക്കെ കട്ട് ചെയ്ത് കേട്ടോ. എന്നിട്ട് അവരെ 2 പേരെയും അനുഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റൊക്കെ നിന്നു കേട്ടോ. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പം അവിടെ മറ്റേ ആ എന്തായാലും പറയുന്നത് പോപ്പറല്ലേ, പോപ്പർ പൊട്ടിക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്താൽ പൊട്ടുന്നില്ലായിരുന്നു കേട്ടോ. കുറേ പേര് അവിടെ നിന്ന സകലമാന ആൾക്കാരും അത് പൊട്ടിക്കാൻ നോക്കി, പൊട്ടിയില്ല. അത് പിന്നെ കൃത്യസമയത്ത് എവിടെയും പൊട്ടിയ ഒരു ചരിത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സോ അതുപോലെ തന്നെ ആ സംഭവം പൊട്ടിയില്ല ഗൈസ്.
ഗസ്റ്റ് ഫാനാണ്, സബ്സ്ക്രൈബറാണ്. എനിക്ക് ഫ്ലവറൊക്കെ കൊണ്ടുവന്നത് എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. ഗൈസ്, അങ്ങനെ കല്യാണ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ തന്നെ കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷമായി. സബ്സ്ക്രൈബർ പ്ലസ് എൻ്റെ അമ്മാവിൻ്റെ മോളും കൂടെയാണ്. എൻ്റെ എല്ലാ വീഡിയോയും കാണുന്ന ഒരാളാണ് കേട്ടോ അത്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ബിരിയാണി അല്ലല്ലോ, ഫ്രൈഡ് റൈസും ചിക്കനും സാധാ ചോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് അവരെല്ലാവരും തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഉപ്പാപ്പിയും തങ്ങമ്മാൻ്റെയും കുഞ്ഞിപ്പെണ്ണൊക്കെ ഭയങ്കര സങ്കടത്തിലായിരുന്നു. കാര്യം നമ്മളങ്ങനെ അടിച്ച് പൊളിച്ച് കല്യാണം കഴിച്ച് വിടും, അത് എപ്പോഴായാലും അത് നടക്കേണ്ട സംഭവമാണ്. എന്നിരുന്നാൽ കൂടെ എല്ലാവരും പോകുന്നതും കൂടെ കണ്ടപ്പോൾ എനിക്കൊരു സങ്കടം കൂടെ തോന്നി കേട്ടോ. അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മളിവിടെ നിൽക്കുവാണ്. അങ്ങനെ വൈകിട്ടായപ്പോഴത്തേക്കാണ്ട് ചേട്ടായിയുടെ വക ചെറിയ ഒരു ഫാഷൻ ഷോയിലല്ലേ എന്നാ പറയുന്നതിന് ഫാൻസി ഡ്രസ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും കല്യാണത്തിന് ഇതുപോലെ ചേട്ടായി ഓരോ ഐറ്റം ഒക്കെ ഇറക്കും കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ കുഞ്ഞാഞ്ഞയുടെ ഒരു കുഞ്ഞിക്കൂനനുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്ക് പറ്റിയില്ല. കാര്യം എൻ്റെ കുട്ടു അവൻ ജനിച്ചിട്ട് ഇതേപോലെ വഴക്കുണ്ടാക്കിയിട്ടില്ല, അതേപോലെ വഴക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ മുറിക്കകത്ത് കയറി കിടക്കുമായിരുന്നു കേട്ടോ, അവനെ ഉറക്കിക്കൊണ്ട്. അങ്ങനെ പാതിരാത്രി ആയപ്പോഴത്തേക്ക് എല്ലാവരും ഒന്നിച്ച് കടന്ന് തുള്ളി കേട്ടോ. കാര്യം 10-11 മണിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് സ്പീക്കറൊക്കെ അലൗഡ് അല്ലല്ലോ. സോ അപ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര ആയിട്ട് അടിച്ച് പൊളിച്ച് കല്യാണം സെറ്റപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മാസം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു പള്ളിയിൽ വെച്ചിട്ട് ചെറിയൊരു മിന്നുകെട്ട് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയും വീഡിയോ ഞാൻ ഉടനെ ഇട്ടേക്കാം. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാനും അക്കും അമ്മയും അച്ഛയും കൂടെ രാവിലെ അവിടെ നമുക്ക് മുണ്ടക്കയത്തിന് ഒരു ഒറ്റ ബസ് ഉണ്ട്. അപ്പോൾ ആ ബസ്സിന് പോവാണ് ഗൈസ്. അപ്പോൾ ഇത്രയായിരുന്നു എൻ്റെ കല്യാണ വിശേഷങ്ങൾ. അപ്പോൾ പിന്നെ ടാറ്റാ ബൈ ബൈ, സീ യു ഗൈസ്.